ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വെറൈറ്റി ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ്. ഇത് സാധാരണ ബിരിയാണി പോലെയല്ല കേട്ടോ. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഒരു പ്രാവശ്യം നമ്മൾ ചെമ്മീൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മളിങ്ങനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ചെമ്മീൻ എടുക്കുക കേട്ടോ നല്ലത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒരു 6-7 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെമ്മീൻ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. നല്ല പോലെ മുരിപ്പിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെമ്മീൻ. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 4 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വഴറ്റി, അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സവാള വാടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ് ചേർക്കുന്നത്. ഞാനിവിടെ 8 പച്ചമുളകും ഒരു ചെറിയ തുടം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 4 ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി വെന്തുടയുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം. കുറഞ്ഞ തീയിലിട്ട് ഒരു 7-8 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. അപ്പോഴേക്കും തക്കാളി നല്ല പോലെ വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊരു 20 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ആൾറെഡി ചെമ്മീൻ ഫ്രൈ ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മസാലയിലിട്ട് നന്നായിട്ട് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് കുറഞ്ഞ തീയിൽ 20 മിനിറ്റ് വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇതിപ്പോൾ ഞാൻ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 നാരങ്ങയുടെ നീര് ചേർക്കാം. ചെറിയ നാരങ്ങയുടെ നീരാണ് കേട്ടോ. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഒക്കെ എടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് കേട്ടോ ചേർത്തത്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതുണ്ട്, ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ, ഈ മസാലയിൽ ഉപ്പുണ്ടോയെന്ന്. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ ബിരിയാണിയിലേക്കുള്ള ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ ചേർത്ത് സവാളയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ സവാളയൊക്കെ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് പിന്നെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ ഒരു കുഞ്ഞു സവാളയാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. പിന്നെ 5 ഏലക്കയും 5 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4.5 കപ്പ് കൈമ ബിരിയാണി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൈമ ജീരകശാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം കൈമയൊക്കെ എടുക്കാം. എന്നിട്ട് നല്ല പോലെ കഴുകിയിട്ട് വെള്ളം വാർത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്, കുതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരി വിട്ട് നിൽക്കും, പരസ്പരം ഒട്ടിപ്പിടിക്കാതെ. അപ്പോൾ ജസ്റ്റ് 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ അരി വറുത്തെടുത്തത്. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 4.5 കപ്പ് അരിയാണ് എടുത്തത്. അതിലേക്ക് 6.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിലൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം കംപ്ലീറ്റ് വറ്റുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ മതിയാകും നമ്മുടെ ബിരിയാണി ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്, അത്യാവശ്യം പാകത്ത് വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി വേവ് കുറവുണ്ട്, അത് നമ്മൾ ദമ്മിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മൾ ഇതിൽ തന്നെയാണ് ബിരിയാണി ദമ്മിടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റുന്നുണ്ട്. അതായത് പകുതി നെയ്ച്ചോറ് ഇതിൽ നിന്ന് മാറ്റിയിട്ട്
അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചെമ്മീൻ മസാല ഇട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ബാക്കിയുള്ള നെയ്ച്ചോറുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സെൻട്രലായിട്ടാണ് ചെമ്മീൻ മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ലെയറായിട്ട് നെയ്ച്ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യും ചേർക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ. പിന്നെ ആവി പുറത്ത് പോകാതിരിക്കുക ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറഞ്ഞ തീയിലൊരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി, ദം ചെയ്തെടുത്താൽ മതി. ഒരു 20-25 മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കൊന്നും പേടിയുള്ളവർ ഇതിൻ്റെ അടിയിലൊരു പഴയ പാനോ തട്ടോ വെച്ചതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മളിതുപോലെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി. അതുപോലെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാനും. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ചപ്പോൾ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള കൂടി ഗാർണിഷ് ചെയ്യാൻ ബിരിയാണിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇപ്പോൾ ചെമ്മീൻ്റെ ഒക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ നിങ്ങൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നമുക്കിതുപോലെ ബിരിയാണി ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കുമെന്ന് തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങളിനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.